ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم ولا تكونوا كالذين تفرقوا واختلفوا من بعد ما جاءهم البينات وأولئك لهم عذاب عظيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സ്നേഹം നിറഞ്ഞ സത്വിശ്വാസികളെ വിശ്വാസിനികളെ അല്ലാഹു സുബ്ഹാനഹു തആലയെ സൂക്ഷിച്ചുകൊണ്ടും അവൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി പാലിച്ചും ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് അർഹതക്കനുസൃതമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു തആല വിശ്വാസികൾ എന്ന നിലക്ക് നമുക്ക് മേൽ നിർബന്ധമാക്കിയ ഒന്നാണ്, മതത്തിൽ കക്ഷിത്തങ്ങൾ ഉണ്ടാക്കരുത്, ദീനിൻ്റെ മാർഗത്തിൽ പാർട്ടികൾ ഉണ്ടാക്കരുത്, കഷ്ണങ്ങൾ ഉണ്ടാക്കരുത്. വലാ തകൂനു കല്ലദീന തഫറഖു, ഭിന്നിച്ച് കക്ഷികളായി പോയ ആളുകളെ പോലെ നിങ്ങൾ ആകരുത്. വഖ്തലഫു മിൻ ബഅദി മാ ജാഅഹുൽ ബയ്യിനാത്ത്, വ്യക്തമായ തെളിവ് കിട്ടിയിട്ടും വന്നിട്ടും ഭിന്നിച്ചു പോയ ആളുകൾ, അവരെ പോലെ നിങ്ങൾ ആയി മാറരുത്. വഉലൈക ലഹും അദാബുൻ അളീം, അത്തരം ആളുകൾക്ക് അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്നത് ഭയങ്കരമായ ഗൗരവമേറിയ ശിക്ഷയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഒരു സന്മാർഗ്ഗം മനസ്സിലായിട്ടും അതിനെതിരെ ഒരു കക്ഷിത്വം, ഒരു ഭിന്നത ഉണ്ടാക്കുക എന്നുള്ളത് വലിയ ശിക്ഷ ലഭിക്കുന്ന വലിയ പാപമാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുകയാണ്. വഉലൈക ലഹും അദാബുൻ അളീം എന്നാണ് അല്ലാഹു പറഞ്ഞത്. ആ ആളുകൾക്ക് അല്ലാഹു
കഠിനമായ ശിക്ഷ, വലിയ ശിക്ഷ എടുത്തു വെച്ചിരിക്കുകയാണ്. മതത്തെ ഭിന്നിപ്പിച്ചവർ, സത്യം മനസ്സിലായിട്ടും ആ സത്യത്തിന് എതിരെ നിലകൊള്ളുക, അതാണ് മതത്തെ ഭിന്നിപ്പിക്കുക എന്ന് പറഞ്ഞാൽ. നമ്മുടെ നാട്ടിൽ ഭിന്നത എന്ന് പറഞ്ഞ് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന, രണ്ടു പേർക്കിടയിൽ തർക്കം നടന്നാൽ, രണ്ടു പേർ തമ്മിൽ തർക്കിച്ചാൽ അത് ഭിന്നത എന്നാണ് നമ്മൾ വിചാരിക്കാറ്. എപ്പോഴും രണ്ടുപേർ തമ്മിലുള്ള തർക്കത്തിൽ രണ്ടുപേരും ഭിന്നതയുടെ ആളുകളാകണം എന്നില്ല. മതത്തിൽ വ്യക്തമായ സന്ദേശത്തിന് വിരുദ്ധമായി സംസാരിക്കുന്നവൻ മാത്രമാണ് ഭിന്നതയുടെ ആൾ. മതത്തിൻ്റെ അസ്ലുകളിൽ, അടിത്തറകളിൽ, പ്രമാണങ്ങളിൽ, നിലപാടുകളിൽ ഉറച്ചു നിന്ന് തർക്കത്തിലേർപ്പെട്ടവൻ അവൻ ഭിന്നതയുടെ ആളല്ല. അവൻ ഹക്ക് പറഞ്ഞവനാണ്, സത്യസന്ധമായി സംസാരിച്ചവനാണ്. ഈ വ്യതിരിക്തത നമ്മൾ മനസ്സിലാക്കണം. സ്വതവേ നമ്മുടെ സൊസൈറ്റിയിൽ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ വ്യാപിച്ചു വരുന്ന ഒരു വിഷയമാണ് തർക്കമുള്ള കാര്യങ്ങളെപ്പറ്റി, ഭിന്നതയുണ്ടാക്കുന്ന കാര്യങ്ങളെപ്പറ്റിയൊന്നും നമ്മൾ സംസാരിക്കണ്ട. നമ്മൾ സംസാരിക്കേണ്ടത് എന്താണ്? എന്തെല്ലാം ഐക്യവുമായി ബന്ധപ്പെട്ട നന്മകൾ പറയാനുണ്ട്, മനുഷ്യന് ചേർന്ന് നിൽക്കാനുള്ള, മനുഷ്യനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിക്കാൻ പറ്റുന്ന എത്രയോ നല്ല കാര്യങ്ങൾ ദീനിയായിട്ട് നമുക്ക് പറയാനുണ്ട്. നമസ്കാരത്തിൻ്റെ ഫളായിലുകൾ നമുക്ക് പറയാം, നമസ്കാരത്തിൻ്റെ സുന്നത്ത് നമസ്കാരത്തിൻ്റെ ശ്രേഷ്ഠതകൾ പറയാം, നോമ്പിൻ്റെ ഗുണങ്ങൾ പറയാം. അങ്ങനെ എന്തെല്ലാം രൂപത്തിൽ ദിക്റുകളെപ്പറ്റി, സ്വലാത്തിൻ്റെ മഹത്വത്തെപ്പറ്റിയൊക്കെ സംസാരിക്കാം. പക്ഷേ ഈ ഭിന്നതയുണ്ടാക്കുന്ന കാര്യങ്ങൾ സംസാരിക്കരുത്, അത് ശരിയല്ല എന്ന ഒരു ചിന്ത ആളുകളുടെ ഹൃദയത്തിലേക്ക് വ്യാപിച്ചു, അത് പ്രബലമായി മുസ്ലിമീങ്ങളുടെ ഹൃദയത്തെ കീഴടക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അള്ളാഹ് പറഞ്ഞത് എന്താ? വലാ തകൂനു ഖല്ലദീന തഫറഖു വഖ്തലഫു മിൻ ബഅദി മാ ജാഅഹുൽ ബയ്യിനാത്ത്. വ്യക്തമായ തെളിവുകൾ കിട്ടിയിട്ട് സത്യം ഇന്നതാണ് അസത്യം ഇന്നതാണ് എന്ന് വ്യക്തമായ തെളിവുകൾ കിട്ടിയിട്ട് അതിൽ നിന്ന് മാറി നിന്ന് ഭിന്നിച്ചവനാണ്, അവനെപ്പോലെ നിങ്ങളാകരുതെന്നാണ് റബ്ബ് സുബ്ഹാനഹു വതആല പറഞ്ഞത്. പ്രമാണങ്ങൾക്ക്, ഖുർആനും സുന്നത്തും പഠിപ്പിച്ച ആശയങ്ങൾക്ക് അനുഗുണമായി നിങ്ങൾ തർക്കിക്കേണ്ടി വരും, നിങ്ങൾ പ്രവർത്തിക്കേണ്ടി വരും, നിങ്ങൾ വഅള് പറയേണ്ടി വരും, നിങ്ങൾ സംവാദങ്ങളിൽ ഏർപ്പെടേണ്ടി വരും, നിങ്ങൾ ആളുകൾക്കിടയിൽ പ്രബോധന പ്രചാരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടേണ്ടി വരും. ഏത്? ഹക്കിന് വേണ്ടിയിട്ട്, ഖുർആനും സുന്നത്തും പറഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇതാണ് നമ്മൾ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ട വിഷയം. ഇനി അങ്ങനെ അള്ളാഹുവും റസൂലും വ്യക്തമാക്കിയ കാര്യങ്ങളിൽ ഭിന്നിച്ച് മതത്തിൻ്റെ ഉള്ളിൽ ഭിന്നതയുണ്ടാക്കി, കക്ഷികളെ ഉണ്ടാക്കി മാറുന്ന ആളുകളെ സംബന്ധിച്ച് അല്ലാഹ് പറഞ്ഞത് എന്താ? വഉലൈക ലഹും അദാബുൻ അളീം. അവനൊക്കെ അല്ലാഹ് ഒരുക്കി വെച്ചിരിക്കുന്നത് സഹിക്കാൻ കഴിയാത്തത്ര ഗൗരവമുള്ള ശിക്ഷയാണ് റബ്ബ് അവന് ഒരുക്കി വെച്ചിരിക്കുന്നത്. അദീമാണ്, അങ്ങേ അറ്റാണ്. അവൻ്റെ അദാബ് അദീമാണ്, അങ്ങേ അറ്റമാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നു. ആർക്ക്? ബയ്യിനാത്ത് വ്യക്തമായതിനു ശേഷം, ഹക്ക് വ്യക്തമായതിനു ശേഷം ആ ഹക്കിനെതിരെ ഭിന്നിച്ചു നിന്നവൻ അവൻ കക്ഷി ഉണ്ടാക്കിയവനാ, മതത്തെ ഭിന്നിപ്പിച്ചവനാ. ഹക്കിൻ്റെ ഒപ്പം നിന്നവൻ സത്യം പറഞ്ഞവനാണ്. വകൂനു മഅസ്സാദിഖീൻ, നിങ്ങൾ സത്യം പറയുന്നവരോടൊക്കെ ഒപ്പം നിൽക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞല്ലോ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനു മഅസ്സാദിഖീൻ. വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുകയും സത്യം പറയുന്നവരോടൊപ്പം ചേർന്ന് നിൽക്കുകയും വേണം എന്നല്ല പറഞ്ഞല്ലോ. അതാണ് അവിടെ സംഭവിക്കുന്നത്. എന്നാൽ ഹക്കിനെതിരായിട്ട് നിന്നവനോ അവൻ ഭിന്നിപ്പിച്ചവനാണ്, മതത്തെ കഷ്ണമാക്കിയവനാണ്, മതത്തെ ശിഅത്തുകളാക്കിയവനാണ്, പാർട്ടികളാക്കി കഷ്ണങ്ങളാക്കി മാറ്റിയവനാണ്. അവൻ്റെ അവസ്ഥയാണ് പറഞ്ഞത് ലഹും അദാബുൻ അളീം, വലിയ ശിക്ഷ അവൻ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചു കൊണ്ടിരിക്കണം. അങ്ങനെ കക്ഷികളായിട്ട് വരുന്ന ആളുകൾ, ആ ആളുകളെ എപ്പോഴും നമ്മൾ കരുതിയിരിക്കണം. ഒരു വിശ്വാസിനെ സംബന്ധിച്ച് മതം സംസാരിക്കുന്നവരെ അവൻ ശ്രദ്ധിക്കണം, ദീൻ പറയുന്നവരൊക്കെ ശ്രദ്ധിക്കണം. അത് ഏത് പ്രസ്ഥാനത്തിൻ്റെ പണ്ഡിതനായാലും, ഏത് പ്രസ്ഥാനത്തിൻ്റെ ഖതീബായാലും, ഏത് പണ്ഡിതനായാലും, മൗലവിയായാലും, മുസ്ലിയാരായാലും, ഒരു വിശ്വാസി ദീൻ പറയുന്നവനെ കരുതി ശ്രദ്ധിച്ചിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ അദാബുൻ അളീമായിട്ടുള്ള
അവസ്ഥ പ്രാപിക്കുന്ന, വലിയ ശിക്ഷയേറ്റ് വാങ്ങുന്ന മതത്തിൻ്റെ ആളുകൾ, മതപ്രബോധകന്മാർ, അവരെ പറ്റിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, അങ്ങനത്തെ ചില ആളുകളൊക്കെ മനുഷ്യ സമൂഹത്തിൽ വരും. അങ്ങനത്തെ ചില ആളുകളൊക്കെ വരും. ദുആത്തുൻ ഇലാ അബിവാബി ജഹന്നം, നരക കവാടത്തിലേക്ക് മനുഷ്യന്മാരെ വിളിച്ചുകൊണ്ട് പോകുന്ന ദുആത്ത്. ദുആത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ദുആത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രബോധകന്മാർ, ദാഇമാർ. ആ ദാഇമാർ എവിടേക്കാ വിളിക്കുക? ഇലാ അബിവാബി ജഹന്നം, നരകത്തിന്റെ വാതിലിലേക്ക് വിളിക്കും. അങ്ങനത്തെ ദാഇമാരുണ്ടാവും. നമുക്ക് വേർതിരിച്ചറിയണ്ടേ? സ്വർഗത്തിലേക്ക് വിളിക്കണവനുണ്ട് നമ്മളെ മുന്നിൽ, നരകത്തിലേക്ക് വിളിക്കണവനുണ്ട്. രണ്ടും ദാഇമാരാണ്. രണ്ടും പ്രമാണങ്ങളാണ് സംസാരിക്കുന്നത്. രണ്ടും ഖുർആന്റെ ഭാഷയാണ് പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കണം. കാരണം എന്താ? ഈ വിളിച്ചവൻ ആരാണെന്ന് നോക്കണം. ഈ ദുആത്ത് ആരാണ്? ഇലാ അബിവാബി ജഹന്നമാണോ ഇലാ അബിവാബി ജന്നയാണോ? നമ്മൾ നോക്കണം. ഒരു വിശ്വാസി നോക്കണം. അവിടെയാണ്. നോക്കിയില്ലെങ്കിൽ എന്താ? നരകത്തിലേക്ക് വിളിക്കുന്നവനെ ശ്രദ്ധിച്ചില്ലെങ്കിലത്തെ പ്രശ്നം എന്താ? മൻ അജാബഹും ഇലൈഹ, ആരെങ്കിലും അവന് ഉത്തരം കൊടുത്താൽ ഖദഫൂഹു ഫീഹ, ആ നരകത്തിൽ കൊണ്ട് ആ വിളിക്ക് ഉത്തരം കൊടുത്തവനെ അവൻ തള്ളും. ആ ദുആത്ത് തള്ളും. ആ ദാഇ, ആ പ്രബോധകൻ നരകത്തിൽ കൊണ്ട് തള്ളും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. അതുകൊണ്ടൊരു വിശ്വാസിനെ സംബന്ധിച്ച് ദുആത്തുകളെ, അള്ളാന്റെ ദീനിലേക്ക് ക്ഷണിക്കുന്ന പ്രബോധകന്മാരെ മുഴുവൻ അവൻ ഓഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അവനിങ്ങനെ ഫിൽട്ടർ ചെയ്ത് അരിച്ച് പറക്കിക്കൊണ്ടിരിക്കണം. ഒരു വിശ്വാസി എല്ലാവരെയും, ഒരു സംഘടനയും ഒരു നേതാവിനെയും നമ്മൾ ബാക്കി വെക്കണ്ട. ആ വിഷയത്തിൽ ഒരു സംഘടനയുടെ നേതാവിനെയും പണ്ഡിതനെയും ബാക്കി വെക്കണ്ട. ദുആത്തുകളെ മുഴുവൻ നമ്മളിങ്ങനെ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കും, നോക്കിക്കൊണ്ടിരിക്കും, പരിശോധിച്ചുകൊണ്ടിരിക്കും. എവിടെയെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് ആ പരിശോധിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ചില മാനദണ്ഡങ്ങൾ തന്നിട്ടുണ്ട്. ഞാൻ ആ മാനദണ്ഡങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരാളെ പിഴച്ച കക്ഷിനെ മനസ്സിലാക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ ചില മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾ നമ്മൾ പഠിച്ചോ? ഒന്ന്, ഇമാം അഹമ്മദ് അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിച്ച ഹദീസാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഇന്ന ഫീക്കും ഖൗമുൻ, നിങ്ങളിൽ ഒരു ജനവിഭാഗം വരും. പഴച്ചവരെ പറ്റിയിട്ടാണ് പറയുന്നത് കേട്ടോ. വഴി പഴച്ചവനും പഴപ്പിക്കണവനായ ജനതയെ പറ്റി റസൂലുള്ളാഹി പറയാ, ഇന്ന ഫീക്കും ഖൗമൻ, നിശ്ചയമായിട്ടും നിങ്ങളിൽ ഒരു ജനത വരും, യഅ്ബുദൂന വയദ്അബൂൻ, അങ്ങേയറ്റത്തെ ആരാധന നടത്തുന്ന, അങ്ങേയറ്റത്തെ പരിശ്രമശാലികളായ, കഠിനമായിട്ടുള്ള ആരാധനകളിൽ മുഴുകിയിരിക്കുന്ന, കർശനമായ നിലപാടുകളിൽ മുഴുകിയിരിക്കുന്ന ചില ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിൽ വരും. അപ്പോൾ ഒന്നാമത്തെ പ്രത്യേകത എന്താ? അവർ ഓവറായിരിക്കുമെന്നതാണ്. പഴച്ചവൻ്റെ ഒന്നാമത്തെ ലക്ഷണം എന്താ? അവൻ ആരാധനകളിലും അനുഷ്ഠാനങ്ങളിലും ദീനീ നിലപാടുകളിലും അവൻ ഓവറായിരിക്കും, അതിര് കടന്നവനായിരിക്കും. ഹത്താ തുഅജബ ബിഹിമുന്നാസ്, എത്രത്തോളം ജനങ്ങൾ അവനെ കണ്ട് അത്ഭുതപ്പെടും. അത്രക്കും സൂക്ഷ്മത. ജനങ്ങൾ ആ പഴച്ചവനെ കണ്ടിട്ട് അത്ഭുതപ്പെടും. അത്രക്കും സൂക്ഷ്മാലു, അത്രക്കും കണിശത, അത്രക്കും തീവ്ര നിലപാട്. വതുഅജിബഹും നുഫൂസുഹും, അവരും അവരെപ്പറ്റി അത്ഭുതപ്പെടും. ഈ ആളുകളും എന്ത് ചെയ്യും? അവരും മുമ്പിന് വലിയ സംഭവമാണ് എന്ന് അവരും സ്വയം അത്ഭുതപ്പെട്ടുകൊണ്ടിരിക്കും. റസൂലുള്ളാഹി അവരെ പറ്റി പറയാണ്, യംറുഖൂന മിനദ്ദീൻ മുറൂഖസ്സഹ്മി മിനർ റമിയ. യംറുഖൂന മിനദ്ദീൻ, മതത്തിൽ നിന്ന് അവർ തുളച്ച് പുറത്തു കിടക്കും. മുറൂഖസ്സഹ്മി മിനർ റമിയ, ഒരു ഉരുവിനെ, വേട്ടമൃഗത്തിനെ അമ്പ് തുളച്ച് മൃഗത്തിന്റെ പുറത്തേക്ക് കടന്നു പോകുന്നത് പോലെ ദീനിൽ നിന്ന് അവർ തുളച്ച് പുറത്തു പോകും. ദീനിന്റെ അകത്ത് നിൽക്കൂല, തുളച്ച് പുറത്തു പോകും ആ സംഘമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് ഇമാം അഹ്മദ് അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിച്ചതാണ് ഞാൻ പറഞ്ഞത്. വ്യത്യസ്ത രൂപത്തിൽ ഇമാം ബുഖാരി അടക്കമുള്ള, മുസ്ലിം അടക്കമുള്ള മുഹദ്ദിസുകൾ ഇതിന് സമാനമായ ഹദീസുകൾ കൊണ്ടുവന്നത് നമുക്ക് കാണാം. ഞാൻ പറയുന്നത് ഒന്നാമത്തെ അവരുടെ പ്രത്യേകത എന്താ? അവരെപ്പോഴും അതിര് കടന്നവരായിരിക്കും, ഓവറായിരിക്കും ദീനിൽ.
സാധാരണ മനുഷ്യന്മാർക്ക് കൊണ്ടു നടക്കാൻ പറ്റാത്ത കഠിനമായ ദീൻ. അതാണ് അവരുടെ പ്രത്യേകത. സാധാരണ മനുഷ്യന്മാർക്ക് കൊണ്ടടക്കാൻ പറ്റൂല, അത്രക്കും കഠിനമായ ദീൻ കൊണ്ടടക്കവർ. ഖവാരിജുകളെ പറ്റി പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഖവാരിജുകൾ കഠിനമായിരുന്നു അവരുടെ ആരാധനകൾ. ആരാ ഖവാരിജ്? ആരാണ് ഖവാരിജ്? ഖവാരിജ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ പഴച്ച കക്ഷി, അവ്വലു ഫിർഖത്തിൻ ഫാറഖത്തുൽ ജമാഅത്തുൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആദ്യമായി വേർപെട്ടു പോയ പഴച്ച കക്ഷി. വകഫറത്ഹും, അവരെ കാഫറാക്കിയ കക്ഷി. ഹുമുൽ ഖവാരിജ്, അവരാണ് ഖവാരിജ്. മുസ്ലിം സമുദായത്തിൽ നിന്ന് ആദ്യമായിട്ട് വേർപെട്ടു പോയ കക്ഷി, മുസ്ലിം സമൂഹത്തെ കാഫറാക്കിയ കക്ഷി, അവരാണ് ഖവാരിജ്. അപ്പൊ ഒന്നാമത്തെ പഴച്ച കക്ഷി ഖവാരിജ്. അവരെ ലക്ഷണം പറഞ്ഞത് എന്താ? കഠിനായിരിക്കും. ഖവാരിജിന്റെ ആരാധന, നിലപാട്, അനുഷ്ഠാനം കഠിനമായിരിക്കും. സാമാന്യ ജനങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റാത്ത അതികഠിനമായ ആരാധനകളിൽ അവർ മുഴുകും. അവരെ നിലപാട് അങ്ങനെ ഇരിക്കും. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ തീവ്രവാദി, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ തീവ്രവാദമുള്ളവൻ, എല്ലാ കാര്യങ്ങളിലും തീവ്രമായ നിലപാടുള്ളവൻ. പഴച്ച കക്ഷിന്റെ ലക്ഷണമാണ് കേട്ടോ, നല്ല കക്ഷിന്റെ ലക്ഷണമല്ല. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് ഇന്ന ഫീക്കും ഖൗമൻ യഅ്ബുദൂന വയദ്അബൂന, ആരാധനയിലും നിലപാടിലുമൊക്കെ കാഠിന്യം പിടിച്ച ആളുകൾ എന്ന് പറഞ്ഞ നിസ്കാരം, നോമ്പന്നെ നോമ്പ്, ആരാധനകളിൽ ഇങ്ങനെ ആർക്ക് അവൻ അടുത്തൊക്കെ വരാൻ പറ്റൂല. അത്രക്ക് ആരാധനയും നിലപാടും ഒന്നുമായിട്ടും എല്ലാം ഇങ്ങനെ സൂക്ഷ്മത പറഞ്ഞിട്ട് തട്ടിക്കളയുന്ന ഒരു പ്രകൃതം, ഒന്നിനോട് സഹകരിക്കൂല. അങ്ങനെ കണ്ടോനെ മനസ്സിലാക്കിക്കോ, അവനാണ് പഴച്ചവൻ, അവനാണ് വഴി പഴച്ചവൻ. വല്ലാത്ത സൂക്ഷ്മാലുവിനെ കണ്ടാൽ ശരിക്കും നമ്മൾ മനസ്സിലാക്കിക്കോ, അള്ളാന്റെ റസൂൽ പറഞ്ഞു ദുആത്തുൻ ഇലാ അബിവാബി ജഹന്നം, നരക കവാടത്തിലേക്ക് ക്ഷണിക്കുന്ന പ്രബോധകൻ. മൻ അജാബഹും ഇലൈഹ, അവനങ്ങാനും ഞാൻ ഉത്തരം കൊടുത്താൽ ഖദഫൂഹു ഫീഹ, അവൻ എന്നെ കൊണ്ടുപോയി നരകത്തിൽ തള്ളിക്കളയും എന്ന് ഓർമ്മ വന്നോളണം. അതാണ് ഖവാരിജിനെ കണ്ടപ്പോൾ സ്വഹാബികൾക്ക് ഓർമ്മ വന്നത്. ഖവാരിജുകളെ പറ്റി ചരിത്രം നമ്മളൊന്ന് പഠിക്കണം. പഴച്ച കക്ഷിനെ പറ്റി പഠിച്ചാൽ ആ ഖവാരിജിയത്ത് ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കും ചരിത്രത്തിൽ. എത്രത്തോളം എന്നറിയാം, ഖവാരിജികൾക്ക് അവരുടെ 5 വിരലുകൾ ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ പറ്റിയിരുന്നില്ല. 5 വിരലുകൾ നമുക്കിങ്ങനെ ചേർത്ത് പിടിക്കാൻ പറ്റുന്ന പോലെ ഖവാരിജുകളിലും മഹാഭൂരിപക്ഷത്തിനും അവരുടെ വിരലുകൾ ചേർത്ത് പിടിക്കാൻ പറ്റില്ല. എപ്പോഴും അവരുടെ വിരലുകൾ ഇങ്ങനെ അകന്നിട്ടാ നിൽക്കുക, ഒരിക്കലൊരിക്കൽ ചേർത്ത് പിടിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട് ചേർത്ത് പിടിക്കാൻ പറ്റില്ലെന്നറിയോ? രാത്രി നമസ്കരിച്ചിട്ട് സുജൂദുകളിലേക്ക് നിരന്തരമായി കൈകൾ കുത്തിപ്പോയിക്കൊണ്ട് അവരുടെ കൈയിൻ്റെ ഈ ഓരങ്ങളിൽ തയമ്പുകൾ വന്നിട്ട് അവരുടെ കൈ ഇങ്ങനെ പൂട്ടാൻ പറ്റൂല, അങ്ങനെ തുറന്നിരിക്കുന്ന അത്രക്കും കഠിനമായ ആരാധനകൾ അവരനുഷ്ഠിച്ചിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിയോട് പറഞ്ഞെന്തറിയോ? സഹാബികളോട് റസൂലുള്ളാഹി പറഞ്ഞത്, നിങ്ങളെ നിസ്കാരവും അവരുടെ നിസ്കാരവും കമ്പയർ ചെയ്താൽ, താരതമ്യം ചെയ്താൽ, സഹാബികളെ നിങ്ങളെ നിസ്കാരം ഒരു ചുക്കുമല്ല എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നുന്നു. ഒരിഷ്ട സഹാബിക്ക് ഇങ്ങനെ വിരൽ പൂട്ടാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായില്ലല്ലോ. അവരെ വിരലൊക്കെ ഇങ്ങനെ പൂടായിരുന്നു. കാരണം എന്താ? അവരല്ല പറഞ്ഞത്രേ അള്ളാഹനെ ആരാധിച്ചിട്ടുള്ളൂ. പക്ഷെ ഖവാരിജിന് വിരലിങ്ങനെ പൂട്ടാൻ പറ്റൂല. അത്രക്കും ആരാധന അനുഷ്ഠിച്ചിട്ട് തയമ്പ് പിടിച്ചു നിൽക്കുന്ന വിരലുകളായിരുന്നു. ദിക്റുകൾ ചൊല്ലാത്ത സന്ദർഭങ്ങളില്ല എന്നാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ സുബഹിക്ക് പള്ളിയിൽ ഒളിഞ്ഞിരുന്നിട്ട് അദ്ദേഹത്തിനെ കുത്തിയ മനുഷ്യൻ, വിഷം പുരട്ടിയ കടാരയെടുത്തിട്ട് കുത്തി, അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം എന്ന് പറയുന്ന ഖവാരിജ്. ആ ഇബ്നു മുൽജിമിനെ കൊല്ലാൻ വധശിക്ഷക്ക് വിധിക്കപ്പെട്ടപ്പോൾ അവനെ ഇഞ്ചിഞ്ചായി കൊല്ലണം എന്നാ സഹാബികൾ പറഞ്ഞത്. അങ്ങനെ അവൻ്റെ കൈ വെട്ടും, അവൻ്റെ പത്തി വെട്ടും, പിന്നെ അവൻ്റെ കൈ വെട്ടും, കാല് വെട്ടും. ആ സമയത്തൊക്കെ ഇബ്നു മുൽജിം എന്ത് ചെയ്യായിരുന്ന ചരിത്രത്തിൽ കാണുന്നത്? അയാളിങ്ങനെ ദിക്റിൽ കൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇങ്ങനെ വെട്ടുക. വധശിക്ഷ നടപ്പാക്കുമ്പോൾ ഇയാളിങ്ങനെ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുക. അത്രക്കും, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അത്രക്കും കഠിനം പഴച്ചോൻ്റെ ലക്ഷണമാണ്. ഈ കാഠിന്യം പഴച്ചോൻ്റെ ലക്ഷണമാണ്. മിതത്വം ഉണ്ടാവണം,
മിതത്തുണ്ടാവണം. സത്യത്തിന്റെ സംഘത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകത മിതത്തുണ്ടാവും. ഏത് മനുഷ്യനും അത് സ്വീകരിക്കാനും ആചരിക്കാനും അനുഷ്ഠിക്കാനും സുഖമായിരിക്കും. അതല്ലാതെ കാഠിന്യമുണ്ടാവൂല. ഈ കാഠിന്യമാണ് അവരുടെ ഒന്നാമത്തെ ലക്ഷണം. ഖവാരിജുകളിൽ കഴിഞ്ഞു പോയ ഒന്നാമത്തെ ലക്ഷണത. അതുകൊണ്ട് ആരെങ്കിലും സാധാരണക്കാരന് സ്വീകരിക്കാൻ പറ്റാത്ത കഠിനതയുമായി വന്നാൽ മനസ്സിലാക്കിക്കോ അവന്റെ അവസ്ഥ എന്താ? യംറുഖൂന മിനദ്ദീൻ, മതത്തിൽ നിന്ന് പുറത്തു കടന്നവനാണ്. മുറൂഖസ്സഹ്മി മിനർ റമിയ്യ, ഉരുവിനെ തുളച്ച് അമ്പ് പുറത്തേക്ക് പോയതുപോലെ. വേട്ടമൃഗത്തിനെ തുളച്ച് അമ്പ് പുറത്തേക്ക് കടന്നു പോകും. അത്രക്കും ഷാർപ്പിൽ, അത്രക്കും ഷോർട്ടിൽ നമ്മൾ അമ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഉരുവിനെ തുളച്ചിട്ട് അത് പുറത്തേക്ക് പോകും എന്ന് പറഞ്ഞ പോലെ ദീനിനെ തുളച്ചിട്ട് ദീനിന്റെ അകത്ത് കൂല പുറത്തേക്ക് തെറിച്ചു പോവും അത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഒന്നാമത്തെ ലക്ഷണം നമ്മൾ അവിടെ മനസ്സിലാക്കിക്കോ. ഇനി രണ്ടാമത്തെ ലക്ഷണം കൂടി പറയാം. രണ്ടാമത്തെ ലക്ഷണം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. രണ്ടാമത്തെ ലക്ഷണം മൻ ലബിസ സൗബ ശുഹറത്തിൻ ഫിദ് ദുനിയ, ആരെങ്കിലും ദുനിയാവിൽ ശുഹറത്തിന്റെ വസ്ത്രം ധരിച്ചാൽ. ശുഹറത്ത് എന്ന് പറഞ്ഞാൽ എന്താ? പ്രശസ്തി ഉണ്ടാക്കുന്ന വസ്ത്രം. ശുഹറത്ത് എന്ന് പറഞ്ഞാൽ പ്രശസ്തി ഉണ്ടാക്കുന്ന വസ്ത്രം. അഥവാ നല്ല വില കൂടിയതാകാം, അല്ലെങ്കിൽ തീരെ വിലയില്ലാത്തതാകാം. വില കൂടിയതാകാം, വിലയില്ലാത്തതാകാം. വളരെ ആളുകൾക്ക് അഴക് തോന്നിക്കുന്നതാകാം, തീരെ അഴക് തോന്നിക്കാത്തതാകാം. ഏതാകട്ടെ, ആ വസ്ത്രം ധരിക്കുമ്പോൾ അവനെ ആളുകൾ പ്രശസ്തി ഉണ്ടാക്കുന്നു. ആളുകൾക്കിടയിൽ അവനൊരു പ്രത്യേകം ഭാവഹാദികളോടുകൂടി ആളുകൾ കാണും. അവനൊരു മുത്തഖിയായിട്ട്, അവനെ വലിയ ഒരു ആലിമായിട്ട്, വലിയ ഒരു ആബിദായിട്ട്, ഇങ്ങനെ അവനെ ആളുകൾ മതത്തിന്റെ അടയാളപ്പെടുത്തുന്ന അവസ്ഥ വന്നാൽ മൻ ലബിസ സൗബ ശുഹറത്തിൻ ഫിദ് ദുനിയ, ആരെങ്കിലും ദുനിയാവിൽ പ്രശസ്തിയുടെ ശുഹറത്തിന്റെ വസ്ത്രം ധരിച്ചാൽ അൽബസഹുല്ലാഹു സൗബ മദല്ലത്തിൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അള്ളാഹു അവനെ നിന്ദതയുടെ വസ്ത്രം ധരിപ്പിക്കും. അപമാനത്തിന്റെ വസ്ത്രം അള്ളാഹു ധരിപ്പിക്കും. അപമാനത്തിന്റെ പഴച്ച കറ്റകളുടെ രണ്ടാമത്തെ പ്രത്യേകതയാണ് ശുഹറത്തിന്റെ ഹാലിലായിരിക്കും അവർ. അവർ പ്രത്യേക ഭാവഹാദിക്ക് സാധാരണ ജനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ വസ്ത്രധാരണ ആയിരിക്കും അവർക്ക്. സാധാരണക്കാരന്റെ വസ്ത്രമായിരിക്കില്ല, പൊതുജനത്തിന്റെ വസ്ത്രമായിരിക്കില്ല. അവനൊരു സെപ്പറേറ്റ് വസ്ത്രം ഉണ്ടായിരിക്കും. ആ വസ്ത്രത്തിലൂടെ അവനെ പ്രത്യേകം അടയാളപ്പെടുത്തും. പഴച്ചകത്തിന്റെ ലക്ഷണം നമ്മൾ മനസ്സിലാക്കേണ്ടത്. സാധാരണക്കാരന്റെ വസ്ത്രം ഉണ്ടാവില്ല. ഈ ഹദീസ് വിശദീകരിക്കെ, ഈ ഹദീസ് ഉദ്ധരിച്ചതാരാ? അബൂദാവൂദ് ഉദ്ധരിച്ചു 4029 ഹദീസായിട്ട്. നസായി ഉദ്ധരിച്ചു 5-ാം വോള്യം സുനൽ ഖുബ്ര 5-ാം വോള്യത്തിലെ 460 ഹദീസായിട്ട്. ഇമാം ഇബ്നു മാജ ഉദ്ധരിച്ചു 3606 ഹദീസായിട്ട്. ഇമാം അഹമ്മദ് അദ്ദേഹത്തിന്റെ മുസ്നദിലെ 2-ാം വോള്യത്തിലെ 92 ഹദീസായിട്ട് ഉദ്ധരിച്ചു. ഏത്? ശുഹറത്തിന്റെ വസ്ത്രം ധരിക്കുന്നതിനെ പറ്റിയിട്ട്. ഈ ഹദീസ് വിശദീകരിക്കെ ഇമാം ഇബ്നു ബത്താൽ ഇമാം ബുഖാരിന്റെ ശറഹ് എഴുതുന്ന സമയത്ത് ആ ശറഹിൽ അദ്ദേഹം എഴുതി, ശരിക്കും നമ്മളെ മനസ്സിൽ എഴുതി കൊത്തിവെച്ചോളണം, നമ്മുടെ മനസ്സിൽ കൊത്തിവെച്ചോളണം. ഇബ്നു ബത്താൽ ഈ ഹദീസിന് നൽകിയ ശറഹ് അദ്ദേഹം പറഞ്ഞെന്തറിയോ? അല്ലദീ യംബഗീ ലിറജുലി അൻ യതസയ്യ ഫീ കുല്ലി സമാനിൻ ബിസിയ്യി അഹ്ലിഹി. അല്ലദീ യംബഗീ ലിറജുൽ, ഒരു മനുഷ്യന് ഏറ്റവും അനുയോജ്യമായ കാര്യം എന്താണെന്നറിയോ? ഏറ്റവും അനുയോജ്യം അൻ യതസയ്യ ഫീ കുല്ലി സമാനിൻ ബിസിയ്യി അഹ്ലിഹി, എല്ലാ കാലത്തും അവന്റെ പൊതുജനങ്ങളുടെ വസ്ത്രം ധരിക്കലാണ് അവന് ഏറ്റവും നല്ലത്. ഒരു സൊസൈറ്റിയിലെ പൊതുജനത്തിന്റെ വസ്ത്രം ധരിക്കലാണ് അവന് ഏറ്റവും നല്ലത്. മാലം യകുൻ ഇസ്മൻ, അതിൽ പാപം ഇല്ലെങ്കിൽ. ഇപ്പൊ പൊതുജനം ഇട്ടിട്ടുള്ള വസ്ത്രം എന്താ? ആ വസ്ത്രം അവർത്ത്, ഇസ്ലാം അവർത്ത് പറഞ്ഞത് പുറത്ത് കാണുന്ന വസ്ത്രമാണ് പൊതുജനത്തിന്റെ വസ്ത്രമെങ്കിൽ അത് ഇസ്മുണ്ട്, പാപുണ്ട്, അത് ഇടാൻ പറ്റൂല. പാപില്ലെങ്കിൽ പൊതുജനത്തിന്റെ വസ്ത്രം ധരിക്കലാണ് ഒരു മനുഷ്യന് ഏറ്റവും അഭികാമ്യമായത്, ഏറ്റവും ചേർന്നത് എന്ന് ഇബ്നു ബത്താൽ പറയാം. കാരണം എന്താ? ലിഅന്ന മുഖാലഫത്തന്നാസി ഫീ സിയ്യിഹിം ദർബും മിനശ്ശുഹറ, കാരണം പൊതുജനത്തിന്റെ വസ്ത്രധാരണത്തിന് എതിരാവുക എന്നത് തന്നെ ഏതിൽപ്പെട്ടതാണ്? ശുഹറത്തിൽപ്പെട്ടതാണ്.
പൊതുജനത്തിന്റെ വസ്ത്രത്തിന് എതിരായ വസ്ത്രം ധരിക്കുക എന്ന നിലപാട് തന്നെ ഏതിൽ പെട്ടതാണ്? ശുഹറത്തിൽ പെട്ടതാണ്. അതന്നെ ശുഹറത്തിലാ. لأن مخالفة الناس في زيهم ضرب من الشهرة. ജനങ്ങൾക്ക് എതിരായി മുഖാലഫത്തായിട്ട് വിരുദ്ധമായ വസ്ത്രധാരണ രീതി, അവരിന്ന് വേറിട്ടവനായ ഒരു വസ്ത്രധാരണ രീതി സ്വീകരിക്കുന്നത് തന്നെ ശുഹറത്തിൽ പെട്ടതാവും. ശുഹറത്തിന്റെ വസ്ത്രം ധരിച്ചവനെ പറ്റിയിട്ട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്താ? അൽബസഹുല്ലാഹു സൗബ മദല്ലത്തിൻ യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ അള്ളാഹ് അവനെ നിന്ദതയുടെ വസ്ത്രം ധരിപ്പിക്കും, നരകത്തിലിട്ടിട്ട് കത്തിച്ച് കളഞ്ഞേക്കും. അൽഹബ ഫീഹി നാറ, അവനെ എന്ത് ചെയ്യും? നരകത്തിലിട്ട് കത്തിച്ച് കളഞ്ഞേക്കും എന്ന് പറഞ്ഞു. അത്രക്കും മോശമായ കാര്യമാണ് ശുഹറത്തിന്റെ വസ്ത്രം ധരിക്കുക എന്നുള്ളത്. ആ വസ്ത്രത്തെ പറ്റിയിട്ടാണ് ഇമാം ഇബ്നു ബത്താൽ ഈ പറഞ്ഞത്. നമ്മുടെ പൊതുജനത്തിന്റെ വസ്ത്രം ഏതാണ്? ആ വസ്ത്രം പരമാവധി സ്വീകരിക്കലാണ് നല്ലത്. പൂതിക്ക് സ്വീകരിക്കാം, ആളുകൾക്ക് ഇഷ്ടത്തിനും പിന്നെ മറ്റുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസ്ത്രം ഏതായിരുന്നു? ഇമാം സുദ്ദി അദ്ദേഹം ഈ ഹദീസ് അള്ളാഹുവിന്റെ റസൂലിന്റെ വസ്ത്രത്തെ പറ്റി പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? അധിക സമയങ്ങളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പൊതുജനത്തിന്റെ വസ്ത്രമാണ് ഇട്ടത്. അതുകൊണ്ട് റസൂലുള്ളാഹിനെ പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലാവൂല. റസൂലുള്ളാഹിനെ അന്വേഷിച്ച് വരുന്ന ആൾക്കാർ, മറ്റ് രാജാക്കന്മാർ അന്വേഷിച്ച് വരുന്നവർ രാജകൊട്ടാരത്തിലേക്ക് പോകണം. അവിടെ രാജകൊട്ടാരത്തിലെ രാജസദസ്സിൽ പ്രത്യേകം ഇരിപ്പിടത്തിൽ പ്രത്യേകം വസ്ത്രം ധരിച്ച് പ്രത്യേകം ആഭരണം ധരിച്ച് കിരീടം ധരിച്ച് ഒരാൾ ഇരിക്കുന്നുണ്ടാവും. അതുകൊണ്ട് അവിടെ പോയിട്ട് രാജാവ് ആരാണ് എന്ന് ചോദിക്കേണ്ട അവസ്ഥ വരൂല. രാജാവ് ഇയാളാണ് എന്ന് വിളംബരം ചെയ്യുന്ന സദസ്സായിരിക്കും, ചെയറായിരിക്കും, വേഷഭൂഷാദികളായിരിക്കും, ഹോളായിരിക്കും അവിടെ ഉണ്ടാവുക. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അന്വേഷിച്ച് വന്ന ആളുകളോ? അള്ളാഹുവിന്റെ റസൂലും വേണമെങ്കിൽ ഒരു രാജാവാണ്, കാരണം ഭരണാധികാരിയാണ്. രാജാവായിട്ട് അദ്ദേഹം സുഖിച്ചില്ലെന്നേ ഉള്ളൂ, ഒരു ഭരണാധികാരിയാണ്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വരുന്നവർ ഒരു കൊട്ടാരത്തിൽ കയറുന്നില്ല. ആ റസൂലുള്ളാഹിയെ കാണാൻ വരുന്നവർ ഒരു രാജധാനിയെ കാണുന്നില്ല, ഒരു രാജകീയ ഇരിപ്പിടമില്ല, ഒന്നുമില്ല. എന്നാ വസ്ത്രമുണ്ടോ? വസ്ത്രത്തോണ്ട് തിരിച്ചറിയാൻ പറ്റോ? അതുമില്ല. കാരണം എന്താ? റസൂലുള്ളാഹിന്റെ കുപ്പായം ആ നാട്ടിലെ സാധാരണക്കാരന്റെ കുപ്പായം തന്നെ. റസൂലുള്ളാഹിന്റെ തലപ്പാവ് ആ നാട്ടിലെ സാധാരണക്കാരന്റെ തലപ്പാവ് തന്നെ. തിരിച്ചറിയാൻ പറ്റൂല. അതുകൊണ്ടാണ് ഇമാം സുദ്ദി പറഞ്ഞത്, അധിക സമയത്തും അള്ളാഹിന്റെ റസൂൽ പൊതുജനത്തിന്റെ വസ്ത്രമാണ് ധരിച്ചത്. തന്റെ ചുറ്റുള്ള ആളുകൾ ഇടുന്ന വസ്ത്രം എന്തോ അതാണ് അള്ളാഹിന്റെ റസൂൽ ഇട്ടത്. അതുകൊണ്ടാണ് ആരാണ് മുഹമ്മദ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വന്ന ആളുകൾ, ദൂതന്മാർ, രാജാവിന്റെ ദൂതുമായി വന്നവർ, ഭരണാധികാരികളുമായി വന്നവർ, ഖലീഫമാർ, ഗവർണർമാർ, ഇവരൊക്കെ വന്നിട്ട് ഇവരുടെ ആളുകളായിട്ടൊക്കെ വരുന്ന ആളുകൾ അവരൊക്കെ വന്നിട്ട് ചോദിക്കാണ്, ആരാണ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം എന്താ? അവർക്ക് മനസ്സിലാവണില്ല. മനസ്സിലാവണമെങ്കിൽ ഒരു സെപ്പറേറ്റ് വേഷം ഇടണ്ടേ. വേഷം അങ്ങനെ സെപ്പറേറ്റ് കാണുന്നില്ല. അതുകൊണ്ട് വിശ്വാസികളെ, ഈ രണ്ട് ലക്ഷണം നമ്മൾ പഠിച്ചു വെച്ചു പഴച്ച കച്ചിൻ്റെ. അവർ ഒന്ന് കഠിനമായിരിക്കും അവരുടെ നിലപാട്, രണ്ട് അവരുടെ വേഷം ശുഹറത്തിൻ്റെ വേഷമായിരിക്കും. അവർ സെപ്പറേറ്റ് ആയിരിക്കും ഉമ്മത്തീന്ന്, സെപ്പറേറ്റ് ആയിരിക്കും ഉമ്മത്തീന്ന്. സാധാരണ ആണുങ്ങൾ ഇടുന്ന വസ്ത്രം അവർ ഇടൂല, സാധാരണ പെണ്ണുങ്ങൾ ഇടുന്ന വസ്ത്രം അവരുടെ പെണ്ണുങ്ങൾ ഇടൂല. അവരൊരു സെപ്പറേറ്റ് ആയിരിക്കും. അങ്ങനെ സെപ്പറേഷൻ ഉണ്ടാക്കുക എന്നത് ശുഹറത്തിൽ പെട്ടതാണ്. അതുകൊണ്ട് ഇത് രണ്ടും പഴച്ച കച്ചിൻ്റെ ലക്ഷണമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസിൽ വന്നതാണ്. പഴച്ച കച്ചിനെ സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ഈ രണ്ട് ലക്ഷണം നമ്മൾ ശരിക്കും ശ്രദ്ധിച്ചോളണം. നമ്മോട് ദീൻ പറഞ്ഞു, വയല് പറഞ്ഞുണ്ടല്ലോ, ആ വയല് പറഞ്ഞവനെ നോക്കുക, അവൻ്റെ കുപ്പായ ആദ്യം നോക്കിക്കോളണം. ഖവാരിജുകളുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ഈ കുപ്പായം കാണിച്ചിട്ടാണ് ഖവാരിജുകൾ നടന്നിരുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖവാരിജുകളുമായിട്ട് ഡിബേറ്റ്, സംവാദം നടത്തുന്ന സമയത്ത് നെഹ്ർവാൻ യുദ്ധത്തിന് തൊട്ടു മുമ്പ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഖവാരിജുകളുമായി യുദ്ധം പ്രഖ്യാപിക്കുകയും അവരെ കൊന്നു തള്ളാൻ സൈന്യമൊരുക്കുന്ന സമയത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വന്നിട്ട് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവോട് ചോദിച്ചാൽ, ഞാൻ ഒന്ന് അവരുമായിട്ട് സംവദിച്ചോട്ടെ? ശരി, സംവദിച്ചോളൂ. അങ്ങനെ അലി ഇബ്നു അബീ ത്വാലിബിന്റെ അനുമതിയോടുകൂടി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സംവദിക്കാൻ ചെന്നു. ആ സംവദിക്കാൻ ചെന്നപ്പോൾ ഖവാരിജുകൾ ഇങ്ങനെ കൂട്ടായിട്ട് നിൽക്കാണ്, യുദ്ധത്തിന് തയ്യാറായി നിൽക്കാണ്. അദ്ദേഹം ചെന്നതിനെപ്പറ്റി ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ, ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം. അന്ന് അദ്ദേഹത്തിന് ലഭിക്കാവുന്ന ഏറ്റവും വിലപിടിപ്പും മനോഹരവുമായ വസ്ത്രമിട്ടിട്ടാണ് ഇബ്നു അബ്ബാസ് ചെല്ലുന്നത്. അദ്ദേഹം എണ്ണ പുരട്ടി
അദ്ദേഹം പിന്നെ തലമുടി ഈരി കണ്ണുകളിൽ സുറുമയിട്ട് വസ്ത്രത്തിലും ശരീരത്തിലും സുഗന്ധം പൂശി നല്ല മനോഹരമായ വസ്ത്രം ധരിച്ച് വില കൂടിയ വസ്ത്രം ധരിച്ചിട്ടാണ് ഡിബേറ്റിന് പോണത്. പ്രത്യേകം അദ്ദേഹം ഒരുങ്ങിയിട്ടാണ് പോണത്. എന്തിനാണിത്? ഇത് ചോദ്യം ചെയ്യാനാണ്. ഖവാരിജുകളാണെങ്കിൽ ആകെ കണ്ടം വച്ച, ദാരിദ്ര്യം പിടിച്ച, അവരുടെ സുഹൃദ് വിരക്തി ഇങ്ങനെ വെളിവാക്കുന്ന, തഖ്വ ഇങ്ങനെ പുറത്തേക്ക് തുളുമ്പുന്ന വസ്ത്രം ഇട്ടിട്ടാണ് നിൽക്കുന്നത്. ഇബ്നു അബ്ബാസിനെ കണ്ടപ്പോൾ തന്നെ അവർ ഒന്നിച്ചു പറഞ്ഞു, സുന്ദരനായിട്ടുണ്ടല്ലോ. ഡ്രസ്സിനെ പറ്റി കളിയാക്കിയതാ. ഇത്ര വിലപിടിപ്പുള്ള ഡ്രസ്സ് ഇട്ടിട്ടാണല്ലോ നടക്കണേ, ഇത്ര ഭംഗിയുള്ള ഡ്രസ്സ് ഇട്ടിട്ടാണല്ലോ നടക്കണേ. ഞങ്ങൾ നോക്ക് കണ്ടം വെച്ച, ദാരിദ്ര്യം പിടിച്ച ഈ വസ്ത്രവും ഇട്ട് ഇതിലൊന്നും ശ്രദ്ധിക്കാതെ അള്ളാഹുവിനെ ആരാധിച്ചു കൊണ്ടിരിക്കുക. നിങ്ങളൊക്കെ ഇങ്ങനെ വെച്ച് നല്ല തേച്ച് മിനുക്കി വടിപ്പാക്കിയ വസ്ത്രം ഇട്ട് നടക്കാണല്ലേ, നിങ്ങൾക്കാണോ തഖ്വ, ഞങ്ങൾക്കാണോ തഖ്വ എന്ന ഖവാരിജ് വസ്ത്രം വെച്ച് കളിച്ചിരുന്നു. അതിനെതിരെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അതേ നാണയത്തിൽ തന്നെ നല്ല വസ്ത്രം ഇട്ടിട്ട് പോയിട്ട് അദ്ദേഹം പറഞ്ഞത്, നന്നായിട്ടുണ്ട് എൻ്റെ കുപ്പായം, എങ്കിൽ നിങ്ങളൊക്കെ മനസ്സിലാക്കിക്കോ, ഇതിനേക്കാൾ മനോഹരമായ കുപ്പായമിട്ട് അള്ളാന്റെ റസൂലിനെ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിലും വലിയ സൂക്ഷ്മതക്കാരാ ഈ ഉമ്മത്തിന് വേണ്ടട്ടോ എന്നാ പറഞ്ഞത്. റസൂലുള്ളാഹിയേക്കാൾ വലിയ സൂക്ഷ്മതക്കാരൻ ഈ ഉമ്മത്തിന് വേണ്ട, നാശമാണവൻ, അതിന്റെ താഴക്ക് സൂക്ഷ്മത മതിയടാ എന്ന ഖവാരിജിന്റെ മുഖത്ത് നോക്കിയിട്ട് അദ്ദേഹം ആ ഡിബേറ്റിന്റെ ആദ്യത്തെ സെഷൻ തന്നെ അതായിരുന്നു. ചരിത്രം നോക്കിയാൽ ഞാൻ പറയുന്നത് ഇത് പഴച്ച കക്ഷിന്റെ ലക്ഷണമാണ്. അവന്റെ കുപ്പായം ഒരു തഖ്വ ഉണ്ടാക്കുന്ന, മുത്തഖയാണെന്ന് തോന്നുന്ന, ഒരു ആബിദും ആലിമാണെന്ന് തോന്നിക്കുന്ന ഒരു വസ്ത്രധാരണ കോഡ് അവനുണ്ടായിരിക്കും. പൊതുജനത്തിനെതിരായിരിക്കും. നിങ്ങളോട് വയല് പറയുന്നവൻ ആദ്യം അവൻ ദുആത്തുൻ ഇലാ അബിവാബി ജഹന്നം, നരക കവാടത്തിലേക്ക് ക്ഷണിക്കുന്ന ദാഇയാണോ, പ്രബോധകനാണോ, അതല്ല ഇലൽ ജന്ന, സ്വർഗത്തിലേക്ക് ക്ഷണിക്കുന്ന പ്രബോധകനാണോ എന്നറിയാൻ അവന്റെ കുപ്പായം നോക്കുക. പൊതുജനത്തിന് വിരുദ്ധമായ ഒരു കുപ്പായം, ഒരു പൂതിക്കല്ലാതെ, ഒരു സ്റ്റൈലിനല്ലാതെ, ഒരു മാറ്റത്തിനല്ലാതെ അതൊരു സ്ഥിരം ശീലമാക്കിയിട്ട് നടക്കണവനാണോ എന്ന് നമ്മൾ നോക്കണം. കുപ്പായത്തിന് വലിയ കഥ പറയാനുണ്ട്. കുപ്പായത്തിന് ലൊലാലത്തിനെ പറ്റി ചില അടയാളങ്ങൾ പറഞ്ഞുതരാണ്ട്. ഇത് വെച്ചിട്ട് വേണം നോക്കാം. രണ്ടാമത്തേത് അവൻ്റെ നിലപാട് നോക്കുക. അവൻ പറയുന്ന കാര്യം തീവ്ര നിലപാടാണോ നോക്കുക. തീവ്ര നിലപാട്, എല്ലാ വിഷയത്തിലും തീവ്ര നിലപാട്, എല്ലാതും കഠിനമാക്കാം. ദീനെന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് കൊണ്ടു നടക്കാൻ പറ്റാത്ത കഠിനമായിട്ടുള്ളൊരു നിലപാടാക്കിയിട്ട് അവൻ്റെ മസ്അലകൾ അവതരിപ്പിച്ച് നൽകാം. അതായത് പല മസ്അലകളും വിവിധ അഭിപ്രായങ്ങളിൽ നിന്ന് ഇവർ കടഞ്ഞെടുക്കണാണ്. ഫിഖ്ഹി ആയിട്ടുള്ള സാധാരണക്കാരന് അതറിയില്ല. ഫിഖ്ഹി ആയിട്ടുള്ള പല കാര്യങ്ങൾക്ക് ഒന്നോ അതിലധികമോ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത്തഹിയാത്തിൽ അദ്ദേഹം വിരലിങ്ങനെ നിവർത്തിയിരുന്നു, എന്നിട്ട് അദ്ദേഹം ആ വിരൽ ചലിപ്പിച്ചിരുന്നു എന്നുണ്ട്. ചില ഹദീസുകളിൽ ചലിപ്പിച്ചിരുന്നു എന്നുണ്ട്, ചില ഹദീസുകളിൽ ചലിപ്പിച്ചിട്ടില്ല എന്നുണ്ട്. രണ്ടഭിപ്രായം അവിടെ പണ്ഡിതന്മാർക്കിടയിലുണ്ട്. രണ്ടുപേർക്കും പ്രമാണമുണ്ട്. രണ്ടുപേരും ഹദീസ് വെച്ചിട്ടാണ് പറയുന്നത്. ഇതിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള അഭിപ്രായം എന്തോ അതിങ്ങനെ കടഞ്ഞെടുക്കാം, എന്നിട്ട് അത് മാത്രം അവതരിപ്പിക്കാം. ഈ വിരലനക്കുന്നതിൽ തന്നെ, നമസ്കാരത്തിൽ വിരലനക്കുന്ന ആളുകളുണ്ടല്ലോ, ചൂണ്ട് വിരലനക്കുന്ന ആളുകളുണ്ടല്ലോ, അവർ മിതത്വം പാലിക്കണം. ഞാൻ സുന്നത്താണ് അള്ളാഹുവിന്റെ റസൂൽ ഹദീസിൽ, പക്ഷെ മിതത്വം പാലിക്കണം. പലർക്കും അറിയില്ല ഈ നിവർത്തിയ വിരൽ എവിടേക്കാ പോകേണ്ടത്. കാബക്ക് നേരെ ഇങ്ങനെ നിൽക്കാണ് വേണ്ടത്. ആളുകൾ ഇങ്ങനെ അത് ചലിപ്പിച്ച് അടിയിലേക്കും മേലേക്കും കൊണ്ടുപോകും. അതിൻ്റെ നേരെ നിന്നിട്ടുള്ള ഒരു ചലനാണ് വേണ്ടത്. കിബിലക്ക് നേരെ ഇങ്ങനെ ചൂണ്ടിയിട്ടാണല്ലോ നമ്മൾ ഇരിക്കത്തിയാത്തിൽ. ആ കിബിലക്ക് നേരെ ചൂണ്ടിത് മാറാത്ത, ദിശ മാറാത്ത ഒരു എനക്കാണ്, ചെറുതായ ഒരു എനക്കാണ് എവിടെ വേണ്ടത്, ഈ വിരലനക്കുന്ന വിഷയത്തിൽ വേണ്ടത്. പക്ഷെ അവിടെ കഠിനായി. ചില ആളുകൾ വട്ടടാണ് വിരലുകൾ വെച്ചിട്ട് ഇങ്ങനെ വട്ടം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ വട്ടം ലൊമീർ ഇവിടേക്കല്ല മടങ്ങുക, ഹദീസിന്റെ ലൊമീർ മടങ്ങി ഈ വട്ടത്തിലേക്കാ. ചില ആളുകൾക്ക് അത് മനസ്സിലായില്ല വായിച്ചപ്പോ. അപ്പൊ ഈ വട്ടം ഉണ്ടാക്കി ഇങ്ങനെ പിടിച്ചിരുന്നു എന്നതിന് ഇങ്ങനെ വട്ടം ഉണ്ടാക്കാൻ തുടങ്ങിയ ആൾക്കാർ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, എന്തു വിഷയത്തിലും അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകാം. ആ അഭിപ്രായ ഭിന്നതകളിൽ കഠിനായതെടുക്കുക. സ്ത്രീകൾ മുഖം മറക്കണോ വേണ്ടേ, അഭിപ്രായ ഭിന്നതുണ്ട്. പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതുണ്ട്. രണ്ടു കൂട്ടരും അവരുടേതായ പ്രമാണങ്ങൾ സ്ഥാപിക്കുന്നുണ്ട്. അപ്പോൾ ജനങ്ങൾ അവർക്ക് കൂടുതൽ ചേർന്നതെടുത്തോട്ടെ എന്ന് വെക്കേണ്ടതിന് പകരം എന്ത് ചെയ്യും? മുഖം മറക്കാത്ത പെണ്ണ് അവറത്ത് പുറത്താക്കിയവളാണ്, അവൾ എന്താണ്, അവൾ നരകത്തിലേക്കാണ്, അവൾ സാനിയത്താണ്, വ്യഭിചാരിണിയാണ് എന്ന് ഫത്വ കൊടുത്ത് നടക്കാണ്. അതിന് ഫത്വ ആരെടുക്കും? മുഖം ഉറത്താണെന്ന് വാദമുള്ള പണ്ഡിതന്റെ ഫത്വയും കൊണ്ടുവരും.
ഷെയ്ഖ് ഇബ്നു ബാസിന്റെ ഫത്വ കൊണ്ടുവരും. കാരണം എന്താ? അദ്ദേഹത്തിന്റെ വാദം എന്താ? മുഖം മറക്കൽ വാജിബാണ്, മുഖം ഉറത്താണ്, വാജിബാണ്. എന്നാ അൽബാനിന്റെ ഫത്വ കൊണ്ടുവരൂല. അല്ലാമ അൽബാനി ആ വിഷയത്തിൽ ജിൽബാബുൽ മർഅത്തുൽ മുസ്ലിമ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം തന്നെ അദ്ദേഹം എഴുതി. വാജിബല്ല, മുഖം അവറത്തല്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എഴുതി. ഞാൻ പറയുന്നത് കഠിനമാക്കുക, എല്ലാ വിഷയത്തിലും കഠിനതയുള്ള കാര്യങ്ങൾ എടുക്കുക, പൊതുജനത്തിന് ബുദ്ധിമുട്ടിക്കുന്ന മസാല തപ്പിയെടുക്കുക, എന്നിട്ട് അതിങ്ങനെ പബ്ലിഷ് ചെയ്യുക, എന്നിട്ട് അതിൽ സ്വീകരിക്കാത്തവരൊന്നും സൂക്ഷ്മതയില്ലാത്തവർ എന്ന് പറഞ്ഞിങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. ഖവാരിജികളുടെ അതേ ലക്ഷണം കാഠിന്യം, അതേ ലക്ഷണം കാഠിന്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത ഖുതുബകളിൽ കുറച്ചുകൂടി അവരുടെ ലക്ഷണങ്ങൾ പറയാനുണ്ട്, നമ്മൾ മനസ്സിലാക്കാണ്ട്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ പഴച്ച കക്ഷികളിൽ നിന്നും വേറിട്ടും മാറിട്ടും നിൽക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വന്തം സംഘടനയാണ് പഴച്ചതെങ്കിൽ പോലും അതിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഈമാനും ഇസ്ലാമും അള്ളാഹു നമ്മുടെ ഹൃദയങ്ങളിൽ നിറക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് حمدا كثيرا طيبا مباركا فيه والصلاة والسلام على خاتم الأنبياء والمرسلين نبينا الحبيب محمد وعلى آله وصحبه أجمعين أما بعد اتقوا الله عباد الله. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസിനികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി അർഹതക്കനുസൃതമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ഖുതുബകളിൽ ഇതിൻ്റെ ഒരു തുടർച്ച എന്ന നിലക്ക് ഈ പഴച്ച സംഘങ്ങൾ, ഖവാരിജുകളടക്കമുള്ള പഴച്ച സംഘങ്ങളുടെ ലക്ഷണങ്ങളായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വളരെ അധികം നമ്മൾ സൂക്ഷിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട ചില അടയാളങ്ങളുണ്ട്. ആ അടയാളങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ആര് നമ്മോട് സംസാരിക്കുമ്പോഴും അവരാരാണ് എന്ന് തിരിച്ചറിയാൻ ഈ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചിട്ട് അവരെ നമ്മൾ അളക്കുക. ആ അളവിൽ ഈ മാനദണ്ഡങ്ങളിൽ ഏത് സൈഡിലേക്കാണ് അവർ ചെരിയുന്നത് എന്ന് നമ്മൾ നോക്കുക. ഈ മാനദണ്ഡങ്ങൾ സംഘടനകൾ ഉണ്ടാക്കിയതല്ല, ഈ മാനദണ്ഡങ്ങൾ പണ്ഡിതന്മാരുണ്ടാക്കിയതല്ല, അള്ളാഹിൻ്റെ റസൂലിൻ്റെ നാവിലൂടെ, സലഫുകളുടെ നാവിലൂടെ വന്നിട്ടുള്ള മാനദണ്ഡങ്ങളാണ്. ആ മാനദണ്ഡങ്ങൾ പഴച്ചു പോകാൻ പോകുന്നില്ല, അബദ്ധം സംഭവിക്കാൻ പോകുന്നില്ല എന്ന് മനസ്സിലാക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല എപ്പോഴും പിഴവിനെയും പഴച്ച കക്ഷിയെയും സൂക്ഷിക്കുകയും അതിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുന്ന വിശ്വാസികളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വഞ്ചിക്കുന്ന വർത്തമാനങ്ങൾ പറയുന്ന, വഞ്ചിക്കുന്ന സൂക്ഷ്മതകൾ അവതരിപ്പിക്കുന്ന എല്ലാ പഴച്ച കക്ഷികളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവും റസൂലും പഠിപ്പിച്ച കൃത്യമായ ആ സൂക്ഷ്മത കൃത്യമായ അളവിൽ സ്വീകരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിൻ്റെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും തെറിച്ചു പോകുന്ന, അതിര് കടന്നവനും നിഷേധിയുമായ രണ്ട് വിഭാഗത്തിലും ഉൾപ്പെടാതെ മധ്യമ സമൂഹത്തിൽ നിലനിൽക്കാൻ, മധ്യമ നിലപാടിൽ നിലനിൽക്കാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ദീൻ അവൻ പൊരുത്തപ്പെട്ട രൂപത്തിൽ, തൃപ്തിപ്പെട്ട രൂപത്തിൽ സ്വീകരിച്ചാചരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ ദുർവ്യാഖ്യാനങ്ങളിൽ നിന്നും, എല്ലാ കക്ഷി ചിന്തകളിൽ നിന്നും മാറി അള്ളാഹുവും റസൂലും പഠിപ്പിച്ച ദീൻ സ്വഹാബത്ത് എങ്ങനെ മനസ്സിലാക്കിയോ അങ്ങനെ മനസ്സിലാക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين. وآخر دعوانا الحمد لله رب العالمين والصلاة والسلام على خاتم الأنبياء والمرسلين.